ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയാണ്. കാരണം ആദ്യമായിട്ടാണ് ഒരു കോഴ്സ് ഇത്ര മെമ്മറബിളായിട്ടുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. കാര്യം പറയാണ്, എത്ര ഭയങ്കര സ്പെഷ്യലാണ് സിസ്കോം എന്ന് പറഞ്ഞാൽ. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ഒരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്ത ഒരാളായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലേക്ക് ഒരു ജോലി കിട്ടി. ഞാൻ ICICI പ്രൊഡൻഷ്യൽ വർക്ക് ചെയ്തിരുന്നു ഒരു മാനേജറായിട്ട്. പിന്നെ അത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ട് പറ്റൂല എന്ന് എനിക്ക് തോന്നി, എൻ്റെ വീട്ടുകാർക്കും തോന്നി. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബ്രേക്ക് വന്നതോടുകൂടി ഞാൻ ബ്രോക്കായി. എന്താക്കണം എന്നുള്ളൊരു തിരുപാടില്ലാത്ത രീതിക്ക് ഇരിക്കുന്ന ഒരു സമയത്ത് ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും വന്നു. ഗ്രാൻഡ് മദർ മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ്റെ ഇടയിലാണ് അടുത്തത് എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നം അവിടെ വന്ന് കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ IT ഫീൽഡിലേക്ക് വരണമെന്നുണ്ട്, പക്ഷേ എന്ത് അറിയില്ല. അപ്പം അങ്ങനെ തപ്പിപ്പിടിച്ചാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ആദ്യം ഇതെന്താണ് സംഭവം, ഇതിനെക്കുറിച്ച് അറിയാനുള്ള കുറേ ആകാംക്ഷ കാര്യങ്ങൾ ഞാനും സഫത്താനോട് ഇടയ്ക്കിടയ്ക്ക് പറയും, ത്വരാന്ന് പറയും. നല്ല കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ആ ത്വര കൂടിയിട്ടാണ് ഇതെന്താ സംഭവം എന്ന് അന്വേഷിക്കാൻ വേണ്ടി അങ്ങനെ കുറേ ഇതിനെക്കുറിച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്തു. കിട്ടിയതൊന്നും പോരായിരുന്നു, എന്നിരുന്നാൽ കൂടി കൂടുതലും ഇതിനെക്കുറിച്ച് ഇരുന്ന് അന്വേഷിച്ച് അങ്ങനെ ഇതെവിടെ പഠിക്കാൻ പറ്റും, എങ്ങനെയാണ് സംഭവം എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ സിസ്കോമിനെ കുറിച്ച് അറിയുന്നത്. എനിക്കറിയാൻ കഴിഞ്ഞത് കോഴിക്കോടിൽ തന്നെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആൻഡ് ഫസ്റ്റ് വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് അറിയാൻ പറ്റി. അങ്ങനെ അന്വേഷിച്ച് പിടിച്ചു. അധികവും ഒരു വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ഒരു ആഡ് ത്രൂ അങ്ങനെ വരുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടേക്ക് ഭയങ്കര മൗത്ത് പബ്ലിസിറ്റി നല്ലോണം ഉണ്ടായിരുന്നു സിസ്കോമിൽ. നമുക്ക് ഓൾറെഡി നല്ല കോമ്പറ്റീറ്റേഴ്സ് അപ്പുറത്ത് ഉണ്ടെങ്കിൽ കൂടി മൗത്ത് പബ്ലിസിറ്റി നല്ലോണം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കസിൻ സിസ്റ്റർ ഡെവലപ്പറാണ്. അപ്പം ആളെ കൊണ്ട് അന്വേഷിപ്പിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ സിസ്കോമിനെ കുറിച്ച് അറിഞ്ഞു. സിസ്കോമിലേക്ക് വരാം, ഇവിടെ പഠിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിൽ വന്നു. അങ്ങനെ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സിസ്റ്റത്തിലെ കീസ് ഇങ്ങനെ പെറുക്കി അടിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഈ അടുത്തും കൂടെ ഞാൻ അഫ്സൽ സാറിൻ്റെ അടുത്ത് വിജയ് സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ എന്താ പറയുക, പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ഈ ഗെയിം കളിക്കാനും ഇടയ്ക്കൊക്കെ സിനിമ കാണാനും ഒക്കെ രീതിക്ക് ലാപ്പ് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു ഞാനിവിടെ വന്നിട്ട് ഇന്നിപ്പം അത്യാവശ്യം കുഴപ്പമില്ല, എനിക്ക് ഓക്കെ ആണെന്നുള്ള രീതിക്ക് ടൈപ്പിങ്ങൊക്കെ സെറ്റായിരിക്കണം. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഡെവലപ്മെൻറ്റാണ്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ സിസ്കോമിൽ വന്നതിന് ശേഷം പറ്റിയിട്ടുള്ളത് കുറേ കാര്യങ്ങൾ ഞാനിവിടെ വന്നതിന് ശേഷം പഠിച്ചു. ഞാൻ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും ആണെങ്കിലും എനിക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഓരോ സ്ഥലത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ഞാനിങ്ങനെ പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും ആരോടും കൂടുതൽ അറ്റാച്ച്ഡ് ആവരുത്. കാരണം അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്നു. പക്ഷേ അത് നടക്കില്ല, അതൊക്കെ വെറുതെയാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കമ്പനി ആയിപ്പോൾ. കാരണം ഇത്രയും ബെസ്റ്റ് ആംബിയൻസിൽ എന്താ പറയുക, ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ ജെമ്മാണ്, ഒന്നും പറയാനില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, കാര്യം പറയാമല്ലോ. വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എനിക്ക് അത്ര സ്പെഷ്യലായിട്ട് കാര്യങ്ങൾ ഞാൻ സ്റ്റോറി ഹൈലൈറ്റ്സ് ഇട്ടിട്ടുള്ളൂ. അതിൽ സിസ്കോമിന് ഇപ്പോൾ ഒരു ഹൈലൈറ്റ് ഉണ്ട്. അതാണ് സിസ്കോമിന് ഞാൻ കൊടുക്കുന്ന വാല്യൂ. അപ്പം ഇവിടെ വന്നിട്ട് ആണെങ്കിൽ കൂടി പിന്നെ എനിക്കിവിടെ കിട്ടിയിട്ട് 2 ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടി. റിസ്വാൻത, ഗോപിക. രണ്ടാളും എന്താ പറയുക, റിസ്വാൻതയാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ കാരണവർ. റിസ്വാൻതയാണ് ഞങ്ങളിങ്ങനെ ചർച്ച കുത്തിരുന്നാലും ഒക്കെ ആയി കഴിഞ്ഞാൽ റിസ്വാൻത പറയും അയ്യോ ഇങ്ങനെ തമാശ കളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എടുത്ത് പൊക്കി കൊണ്ടുവരിക. പിന്നെ ഗോപികയാണെങ്കിൽ ഏകദേശം ഓളക്കാട്ട് പ്രായം ഉണ്ടെങ്കിൽ കൂടി ഞങ്ങൾ ഒരേ കളിയാണ്. അപ്പോൾ വരിക, ഞങ്ങളെ ക്ലാസ്സിലിരിക്കുക, ഞങ്ങൾ കാര്യങ്ങളൊക്കെ മെനക്കെട്ടിരിക്കാൻ ഉള്ളൊരു സംഭവം ഞങ്ങൾ ആ ഉള്ളിൽ വൈബ് ക്രിയേറ്റ് ചെയ്ത് തന്നതിൽ ഇവരെ രണ്ടാളെയും പങ്ക് എനിക്ക് ഭയങ്കരമാണ്. പിന്നെ സത്യം പറഞ്ഞാൽ സിസ്കോം ഇങ്ങനെ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴും ആദ്യത്തെ ഒരാഴ്ച എനിക്ക് എന്തൊക്കെയൊക്കെ ഒരു മിസ്സിങ് ആയിരുന്നു. ഞാനെന്തോ ഇവിടെ വന്നതിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റായി പോയോ എന്നുള്ളൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റൊക്കെ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ഇവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ ചെയ്തു, ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും നോക്കിയാലോ, മാറിയാലോ, അല്ലെങ്കിൽ ഇത് നിർത്തിയാലോ, എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലോ. അന്ന് അങ്ങനെ തോന്നിയിട്ട് ഇന്ന് ഈ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമാണ്.
കാരണം ഇവിടുന്ന് ഇറങ്ങുകയാണല്ലോ എന്ന് ആലോചിച്ചിട്ട്. അതാണ് സിസ്കോമിന് എൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥാനം എന്ന് പറഞ്ഞാൽ അതാണ്. എനിക്ക് അത് മറക്കാൻ പറ്റില്ല. പിന്നെ ബാക്കിയുള്ളവരാണെങ്കിലും എൻ്റെ ബാച്ച്മേറ്റ്സ് അല്ലെങ്കിൽ കൂടി എൻ്റെ സീനിയർ ബാച്ചിലുള്ള ആൾക്കാരാണെങ്കിലും ജൂനിയർ ബാച്ചിലുള്ള ആൾക്കാരാണെങ്കിലും ഞാൻ എങ്ങനെയാണോ എൻ്റെ ഇരട്ടിക്കുള്ള ടീമാണ് ഇവിടെ ഉള്ളവർ. അപ്പോൾ എല്ലാവരും നല്ല ഫ്രണ്ട്ലി. റിജേഷ് സാറ്, അഫ്സൽ സാറ്, സഫത്ത്, അരുണിമ മാം എനിക്കൊന്ന് SEO എടുത്തതിന് ശേഷം അരുണിമ മാം പോയിണ്ടായി. പക്ഷെ മാം പോയപ്പോഴും മാമിനെ എനിക്കൊന്ന് ഒരു മാസം കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല. എന്തിനാ കൂടി മാം പോയപ്പോൾ മാമിനെല്ലാം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അഫ്സൽ സാറാണെങ്കിലും ഞാൻ സഫ മാമിനെ സഫത്താന്നാണ് വിളിക്കല്. അഫ്സൽ സാറായിരുന്നു സഫത്താന്ന് വിളിക്കുന്നത് കേൾക്കൽ. അപ്പോൾ എനിക്ക് ഇവരെങ്ങനെ വന്നിട്ട് ഇവരെ മാം സാറെന്നൊന്നും വിളിക്കാൻ തോന്നുന്നില്ല, എനിക്ക് പറ്റുന്നില്ല അങ്ങോട്ട്. അങ്ങനെ സഫത്താന്ന് വിളിക്കുകയാണെങ്കിലും ഞാൻ പറഞ്ഞു ആ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സാർ എന്നുള്ള ആ ഒരു സംഭവത്തിനുപരി എൻ്റെ ബ്രദർ ആൻഡ് സിസ്റ്ററായിട്ട് തന്നെ എനിക്ക് കൂടുതൽ തോന്നിയിട്ടില്ല. ഇപ്പോൾ റിജീഷ് സാറാണെങ്കിലും പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ നിജാ സാറായിട്ട് സംസാരിക്കണ്ടായി. ഞാനിങ്ങനെ വിചാരിച്ചു ഇത്രയും സിസ്കോം പോലത്തൊരു വലിയൊരു എൻ്റർപ്രൈസ് ഓൺ ചെയ്യുന്ന ഒരാൾക്ക് ഇത്ര ഡൗൺ ടു എർത്ത് ആവാൻ പറ്റുമെന്ന് എനിക്ക് നിജാ സാറിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അത് ഭയങ്കരമാണ്. സാറ് എന്ന് പറഞ്ഞാൽ സാറ് ടെക്നിക്കലി ഒന്നും അങ്ങനെ സംസാരിക്കൊന്നുമില്ല. പക്ഷെ സാർക്ക് നമ്മളെന്താണെന്ന് സാറ് മനസ്സിലാക്കും. അത് സാറിനോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലോണം മനസ്സിലാക്കും അത് എന്താണ്. സാറ് ഭയങ്കര ഡൗൺ ടു എർത്താണ്, ഭയങ്കര ഓണസ്റ്റായിട്ട് ഇങ്ങനെ ഞാൻ ഇന്നൊരു ഓണറാണ് എന്നുള്ളൊരു സാധനമൊന്നും ഇല്ലാതെ ഞാനെന്ന ഭാവം തീരെ ഇല്ലാത്തൊരു മനുഷ്യനാണ്. ആൾക്കാർ മാതൃകയാക്കേണ്ട ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിജാ സാറിനെ. പിന്നെ ഇപ്പം എന്താ പറയുക, കൂടുതലൊന്നും പറഞ്ഞ് മുഷിപ്പിക്കാനൊന്നുമില്ല. എല്ലാവർക്കും പോകാനുണ്ട്, ഒക്കെ ഉണ്ട്. എന്താ പറയുക, എല്ലാവർക്കും നല്ല പൊട്ടൻഷ്യലുണ്ട്. മാക്സിമം അത് യൂസ് ചെയ്യുക. നല്ല രീതിക്ക് എത്തിപ്പെടാൻ പാകത്തിനുള്ള പൊട്ടൻഷ്യലുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് സിസ്കോമിൽ ഏറ്റവും വലിയ ഉഴപ്പം ഞാനാണ്. അപ്പം അങ്ങനെ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് തരുന്നതുകൊണ്ട് എല്ലാവരും നല്ല രീതിക്ക് എത്തുക. കരിയറിൽ എന്നെ വലിയൊരു ബ്രേക്ക് ത്രൂ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ കൊണ്ടുവരിക, മുന്നോട്ട് പോവുക. ഓക്കെ, ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു ഗൈസ് ആൻഡ് ഐ എം ഗോണ മിസ് യു. അതാണ്. താങ്ക് യു.